സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കുന്നത്. നല്ലത് മനസ്സിലാക്കാൻ, നല്ലത് വിചാരിക്കാനുള്ള ഒരു ഖൽബാണ് വേണ്ടത്. പൊതുവെ മനുഷ്യന്റെ മനസ്സിൽ നല്ല അവസ്ഥകൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ റിമാർക്കുകളല്ലേ ഉണ്ടായിത്തീരുന്നത്. നിങ്ങൾ നോക്ക്, ഒരാണിനെയും പെണ്ണിനെയും അസമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാലും അത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുവാനോ വളച്ചൊടിക്കുവാനോ നമുക്ക് മാർഗമില്ല. എന്തേ ഇസ്ലാം അങ്ങനെ വെച്ചത്? നമ്മുടെ മനസ്സ് കേടാകണ്ടെന്ന് വെത്തിയിട്ടാണ്. നമ്മുടെ മനസ്സ് അതുകൊണ്ട് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ നന്മയാണ് ഉണ്ടാകേണ്ടത്. ഒരാണിനെയും ഒരു പെണ്ണിനെയും നമ്മൾ അസമയത്തൊരു സ്ഥലത്ത് കാണുന്നു, നമ്മൾ ആ കണ്ട കാഴ്ച മാത്രമേ ഉള്ളൂ. അവര് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ അവർ സഞ്ചരിക്കുകയാണ്, അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആ കണ്ടത് ഒന്നുകൂടി ഏച്ചുകൂട്ടി മറ്റൊരാളോട് പറഞ്ഞാൽ, അയാൾ ഒന്നുകൂടി അതിലേക്ക് ചിലതൊക്കെ ചേർത്ത് വേറൊരാളോട് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് വേറെ എന്തെയോ വലിയ കുഴപ്പമായിട്ടാണ്, വിഷയമായിട്ടാണ്. കണ്ടത് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഷ ശരിയായിട്ടില്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. സംശയത്തോടെയുള്ളൊരു വാർത്ത കേട്ടാൽ തന്നെ നല്ല നിലക്ക് ഭാവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതേ സമയത്ത് ദുഷിച്ചൊരു വ്യാഖ്യാനം അതിന് നൽകിയാൽ ദുരന്തമാണ് ഉണ്ടായിത്തീരുക.